ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ്. ഇന്ന് മുനീഫ്ക്കൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പക്ഷെ മുനീഫ്ക്ക അറിയൊന്നുമില്ല. അറിയ മീൻസ് ഞാൻ ആള് വയനാട് പോയതാണ്. അപ്പോൾ ആള് ഇന്നലെ രാത്രി 12 മണിക്കാണ് ആള് വീട്ടിൽ നിന്ന് പോണപ്പോൾ വിഷയതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഞങ്ങളങ്ങനെ വലിയ എന്താ പറയുക, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ അത്ര ആഘോഷിക്കതാവൊന്നും ചെയ്തിട്ടൊന്നുമില്ല. മുനിഫ്ക്ക് ഞാൻ ഗിഫ്റ്റ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ജസ്റ്റ് ഇതേപോലെ തന്നെ ആ ഒരു ദിവസമാണ് ഞാൻ പെട്ടെന്ന് എന്നും കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു കേക്കും കാര്യങ്ങളും ഷർട്ടൊക്കെ ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചോട്ടാ. ഇന്ന് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പോവാറേ ഇല്ല. മുനിഫ്ക്കില്ല, ഞാൻ എവിടെയും പോവാറില്ല. മുനിഫ്ഖാനോട് പറയാതെ ഞാൻ പുറത്ത് പോവാറില്ല കേട്ടോ. അങ്ങനെയാണ്. പക്ഷേ ഇന്ന് മുനിഫ്ഖാനോട് എന്തെങ്കിലുമൊക്കെ കള്ളത്തരൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോവേണ്ടി വരും. മുനിഫ്ക്ക് കാണുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവും. പക്ഷെ ചീത്തയൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെയല്ല, പക്ഷെ ആളോട് പറയാത്ത പക്ഷെ ഞാൻ എന്തായാലും ഫോണ് വിളിക്കും. ആളിവിടെ എത്താനായിക്കണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം എന്തായാലും ആളൊന്ന് വിളിച്ച് കൺഫേം ചെയ്യണം എവിടെ എത്തി എന്തായാലും. പിന്നെ ഉമ്മാൻ്റെ കൂടെയാണ് പോകണമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പ്ലാനിങ് ഇടുന്നത്. ഗിഫ്റ്റ് വാങ്ങിക്കണം, കുറച്ച് തിരൂർ പോവാണ്. അപ്പോൾ ഒന്നും ഒരു ഉറപ്പായിട്ടില്ല. ഞാൻ ആദ്യം ഒരുപാടൊരു 4 മാസം മുന്നേ മനസ്സിൽ പ്ലാനിങ് ഇട്ടിരുന്നു ഫോൺ വാങ്ങിക്കണം എന്നായിരുന്നു കേട്ടോ. പക്ഷെ ആൾക്ക് ഇപ്പോൾ വന്നപ്പോൾ ഫോൺ കൊണ്ടുവന്ന് പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മനസ്സിലാഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ ആളെ കയ്യിൽ ഇപ്പം ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ എന്തായാലും പോയി നോക്കട്ടെ എന്താ വാങ്ങിക്കാൻ പറ്റുകയെന്നൊന്നും എനിക്കറിയില്ല. ഞാനും ആകെ ഒരു എന്ത് വാങ്ങിക്കും എന്നുള്ള ഒരിതാണ്. പിന്നെ ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സമയം അധികം ഇല്ല. 10:45-11 മണിയായി. ജുമാൻ്റെ സമയം എനിക്ക് തിരിച്ചെത്തും വേണം. വേഗം വീട്ടിൽ തന്നെ അതേ വണ്ടിയിൽ തന്നെ തിരിച്ചെത്തും വേണം. പിന്നെ മുനിഫ്ക്ക് മുൻപ് എനിക്ക് എത്തണം. അങ്ങനെ എല്ലാ ടെൻഷനും കൂടെ ആയിട്ടാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണം. എനിക്ക് ടെൻഷൻ കൊണ്ട് എന്തൊക്കെയും പറയുന്നത് തന്നെ എനിക്കറിയില്ല. അപ്പോൾ കുറേ പ്ലാനിങ് ഉണ്ട്. എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് ഇന്നിപ്പോൾ ആൾ ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വിളിച്ചിരുന്നു. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. കാരണം ആൾക്ക് ഡൗട്ട് വേഗം എൻ്റെ സംസാരത്തിൽ എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഡൗട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഉമ്മ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മാനെ കൂടെ വിളിപ്പിച്ചല്ല, ഞാൻ തന്നെ വിളിച്ച് എവിടെത്തി എന്തായാലും ഉമ്മാനെ കൂടെ പോവാന്ന് പറയണം. അപ്പം എന്തായാലും ഞാൻ ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ. എവിടെത്തി എന്തായെന്നൊക്കെ അറിയണമല്ലോ. അപ്പം അതിന് വേണ്ടി ഒന്ന് വിളിച്ച് നോക്കട്ടെ. അപ്പം ഞാൻ എന്തായാലും ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ. ആൾക്ക് എന്താ പറയാന്നൊന്നും എനിക്കറിയില്ല. ടെൻഷൻ ഉണ്ട്. എത്താനായോ ഇല്ലേന്നറിയണം. ഹലോ, എവിടെ എത്തി? എൻ്റെ ഫോണ് ചാർജിലിട്ടതാണ്. പിന്നെ ഞാനും ഉമ്മയും കൂടെ തിരൂക്ക് പോവാണ്. ഉമ്മക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് മിനിയാന്ന് പോയപ്പോ എന്തോ സാധനം വാങ്ങിക്കാൻ മറന്നിക്കണല്ലമ്മ. അപ്പൊ ഞാനും ഉമ്മയും കൂടി റഷീദിന്റെ വണ്ടിയിൽ പോവാണ്. എനിക്ക് ചിരി വരുന്നു ഗൈസ്. എന്ത് ഇപ്പൊ പോണേ? എനിക്ക് ചിരി വന്നിട്ട് പറയാൻ പറ്റില്ല. ഉമ്മ താഴെന്ന് വിളിക്കണ്ട്. പോവാൻ ഞാൻ അത് മാറ്റിങ്ങനെ, അത് ഫോൺ എടുക്കാൻ ഇനി പോകുമ്പോ പറയാലോചിച്ചിട്ടേ. കട്ടാക്കിയിരുന്നേ എന്താ അറിയില്ല. ഞാൻ റെഡി ആയതിൻ്റെ ശേഷമല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ ആ ഒരു ഇതുണ്ടാവും ചിലപ്പോൾ.
എന്തായാലും ഇനി വയ്യ അറിയാലോ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണെങ്കിൽ എന്താ പറയുക, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതാ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഏകദേശം തിരൂരെത്തി കേട്ടോ. ഞാൻ ആദ്യം പോകുന്നത് എൻ്റെ മനസ്സിലാദ്യം വണ്ടിയിലിരുന്ന് ലെതർ പ്ലാന്റ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെ ഇപ്പോൾ കാണിച്ചത് കോളേജാണ് കേട്ടോ. ഞാൻ പഠിച്ച കോളേജാണ്. കോളേജ് മീൻസ് ഞാൻ ഡാറ്റ ഓപ്പറേറ്റിംഗ് പഠിച്ച. അപ്പോൾ ലെതർ പ്ലാന്റിൽ നമ്മൾ എത്തി കേട്ടോ. അവിടെ വന്നു. ഞാനിങ്ങനെ ചെരുപ്പുകൾ എനിക്ക് മുനിഫ്ക്കാക്ക് ചെരുപ്പ് വാങ്ങിക്കാന്നുള്ള ഒരു ഇതാട്ടോ. കാരണം നമ്മൾ പെരുന്നാളായിട്ട് എല്ലാം പർച്ചേസ് ചെയ്തു. ഡ്രസ്സായാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെരുപ്പ് മാത്രം എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ചെരുപ്പ് എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല, ജസ്റ്റ് ഇനി ഇല്ലാത്തത് എന്ത് എന്നുള്ളതാണ്, മുനിഫ്ക്കാക്ക് യൂസ്ഫുൾ ആവുന്നത് എന്ത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ തന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരെണ്ണയിൽ സെലക്ട് ആക്കി എടുത്തു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, നല്ല എന്താ പറയുക, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല ഒരുപാട് ഐറ്റം ഡെയിലി യൂസ് ചെയ്യുന്ന പല രീതിക്ക് നമ്മുടെ ഇഷ്ടാനുസരണം പറ്റിയ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ച ഷൂ എനിക്ക് ഒരുപാട് ഇഷ്ടം. പക്ഷേ ഷൂ ഞാൻ എടുത്തില്ല, മുനിഫ്ക്കാക്ക് ഉള്ളത് കൊണ്ട് തന്നെ അപ്പം അടുത്തെടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വന്നത് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പെരുന്നാളായിട്ട് ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, 3 ഷർട്ടും ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കൂടെ പറ്റില്ലല്ലോ, നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, പിന്നെ ബർത്ത്ഡേ ആണ്, അതിന് വേറെ തന്നെ നമ്മൾ എടുക്കണ്ടേ. പെരുന്നാളുടെ വേറെയും ഇത് വേറെയല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ കേക്ക് മേടിക്കാനാട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയാണ്, ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ഭാഗം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു കൂട്ടാം. അപ്പോൾ ഞാനത് സോറി പറയണേ, ഒന്നാമതിക്കത് ഇതിലെടുക്കാൻ പറ്റിയില്ല. ഉപ്പ വീട്ടിലില്ലാത്തൊരു സമയമായിരുന്നു നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഉപ്പ പുറത്ത് പോയി വന്നതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ പിന്നെ വന്നത് 7 മണിയായി. പിന്നെ മുനിഫ്ക്കാക്ക് പുറത്ത് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയിരുന്നു പുറത്ത്. അപ്പോൾ അതിനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ സോറി. ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തു, ഇതാ വീട്ടിലെത്തി. ഉമ്മാനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ മുത്തുമണികളെ ഞാൻ പുറത്ത് പോയി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ മനസ്സ് തൃപ്തിയായി, എല്ലാം കിട്ടി. പക്ഷെ എന്ത് വാങ്ങിക്കുന്ന ഇവിടുന്ന് പോകുമ്പോൾ യാതൊരു ഇതും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോകുമ്പോൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ച് എന്ത് വാങ്ങുമെന്ന് അങ്ങനെ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവിടെ എത്തിയതിന് ശേഷം പ്ലാനിങ് ചെറിയ മാറ്റമൊക്കെ വന്നു കേട്ടോ. മെയിനായിട്ട് മുനീഫ്ക്ക ഞാൻ കുറേ ആയി ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ പെരുന്നാളല്ല വരുന്നത്, അപ്പോൾ ചെരുപ്പ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വയനാട്ടിൽ നിന്ന് വന്നാൽ പുറത്ത് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങാനും ചെരുപ്പ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പെട്ട്, കാരണം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വാങ്ങിച്ചു എന്നുള്ളത്. അപ്പോൾ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഷർട്ടിൻ്റെ റേറ്റും കാര്യങ്ങളും കേട്ട് എന്നെ എന്തായാലും ചീത്ത പറയുമോ എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാനതൊന്നും മൈൻഡാക്കണില്ല. എന്താണെന്ന് വെച്ചാൽ മുനിഫ്ക്ക ഓവർ റേറ്റഡ് ഡ്രസ്സായാലും എന്തായാലും ചെരുപ്പായാലും എല്ലായാലും ആൾക്ക് എന്താണ് ഇഷ്ടമല്ല. അങ്ങനെ ഓവർ എനിക്ക് എത്ര റേറ്റ് ആയാലും കുഴപ്പമില്ല, വാങ്ങിച്ചു തരും. ഇനിയിപ്പോൾ 3000 ആയാലും 4000 ആയാലും എത്ര റേറ്റിൻ്റെ ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും എന്തായാലും യാതൊരു മടിയില്ലാതെ വാങ്ങിച്ചു തരുന്ന ഒരാളാണ്. എൻ്റെ മനസ്സിലിതാണ്. ഇപ്പം ഞാനും ഉമ്മ വന്നപ്പം ഉമ്മ കാണിച്ചു കൊടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു, നമുക്ക് ചുരിദാർ ഇടാൻ പറ്റുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഷർട്ട് ഇട്ടൂടെ. 2000 എൻ്റെ മനസ്സിൽ തന്നെ കേട്ടോ. നമുക്ക് അവർ 2000-ൻ്റെ 4000-ൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്താ ആണുങ്ങൾക്കും ആ ഒരു റേറ്റിൽ ഡ്രസ്സ് ഇടാൻ തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ മുന്നിക്ക് ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ മനസ്സിൽ നമ്മൾ അധ്വാനിക്കുന്ന ക്യാഷ് അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളത് ചിലവഴിക്കണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം. അപ്പോൾ എൻ്റെ സന്തോഷം, എൻ്റെ ഒരു ലോകം, എൻ്റെ ഒരു ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞത് മുനീഫ്ക്കയും ഞങ്ങളുള്ള ഈ ഒരു ജീവിതം, ഈ ഒരു കുഞ്ഞു എന്താ പറയുക സന്തോഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കൽ ഒരു ബർത്ത്ഡേ വരുമ്പോൾ അതിന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ വേറെ നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുത്തിട്ടും ഇതില്ലല്ലോ. അന്നത്തെ ഒരു ദിവസമല്ലേ അവർക്കും ആ ഒരു ദിവസം പ്രധാനപ്പെട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതാ, ഇത് ഷർട്ടാണ്. ഇതിൽ കുറച്ച് എന്തായാലും വിശേഷങ്ങൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരട്ടെ, എന്താ വാങ്ങിച്ചുള്ളത് ഫുള്ളായിട്ട് ഞാൻ
എന്തായാലും ഇതൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ കാണിച്ചാറുണ്ട്. അപ്പോൾ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് സമ്മാനങ്ങളൊക്കെയാണ്, ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും മുനീഫ്ക്ക് വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്രതികരണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ മുനീഫ്ഖാനോട് ഞാൻ പറഞ്ഞിരുന്നു മൈലാഞ്ചി ഇടാൻ പോകണമെന്ന്. പെരുന്നാളല്ലേ, ആനിവേഴ്സറിയാണ് നാളെ, പെരുന്നാളാണ്. അപ്പോൾ ഞാൻ ഇടാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മുനീഫ്ക്ക് എത്തുള്ളൂ എന്തായാലും. അപ്പോൾ ബാക്കി ഞാനൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ വിഷയങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളും കൂടെ കാണിച്ചു തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ് മുനീഫ്ക്ക വന്നിട്ടുണ്ട് കേട്ടോ, റൂമിലുണ്ട്. ഞാൻ ഗിഫ്റ്റ് പൂത്തി വെച്ചതാണ്. സിസ്റ്റർ റൂമിൽ പൂത്തി വെച്ചാട്ടോ, ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവിടെ വെച്ചതാ. ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്. ഡോറടച്ച് ഗൈസ്, ഡോറടച്ച്. അല്ല, ഞാനിതാ ഈ റൂമിൽ പൂത്തി വെച്ചിരുന്നു കേട്ടോ. ഇങ്ങോട്ട് പോയതിന് ആള് പുറത്തിറങ്ങി. തുറക്ക് തുറക്ക്, ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്. അപ്പൊ ഗൈസ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടാ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആദ്യം പറഞ്ഞിട്ട് നെഞ്ചിങ്ങനെ ഇടിക്കുകയായിരുന്നു, എന്താവും എന്താവും എന്നുള്ളത്. അപ്പൊ കൊടുത്തപ്പോൾ ഒരു സമാധാനം. കേക്ക് കട്ട് ചെയ്തിട്ടില്ല, കേക്ക് കട്ട് ചെയ്യല് ഉപ്പ വന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കട്ട് ചെയ്തില്ല. ഇതൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നീ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യൂ. ഇതൊക്കെ ഇല്ലേ, ഇതിന് ബാക്കിൽ ആരറിയോ? ഞാൻ മാത്രല്ല, ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഇവിടുന്ന് പോവാൻ യാതൊരു ഇതുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്നു. മുനീഫ്ഖാനോട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, പറയാതെ ഞാൻ ഇതുവരെ പുറത്ത് പോയിട്ടില്ല, അങ്ങനെ ചെയ്യലില്ല. പോയി കഴിഞ്ഞിട്ട് ടെൻഷനാണ്. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് എങ്ങനെ പോകുന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ അല്ല, ഈ ഒരു ഗിഫ്റ്റ് മുനീഫ്ക ഇതാ ഞാൻ കാണിച്ചു തരാറുണ്ടായിരുന്നു. മുനീഫ്ക വന്നിട്ട് പൊളിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാച്ചിട്ടായിരുന്നു. മുനീഫ്ക ചോക്ലേറ്റ് ലവറാണ് കൂടുതൽ. ഇതാ ഇത് ഡയറി മിൽക്ക്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച്. പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് ഇല്ലേ എനിക്ക് മാത്രമല്ല, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കൂടെ കേട്ടാ. ഇന്ന് എൻ്റെ ഉമ്മ ഞാൻ രാവിലെ എണീറ്റ് പോയപ്പോൾ തന്നെ ചോദിച്ച് ഇന്ന് മുനീഫിൻ്റെ ബർത്ത്ഡേ അല്ലേന്നാ. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കേണ്ട കൂടെ ഒരാൾ വരാനില്ല, പിന്നെ എങ്ങനെ പോവാ? ഞാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ പൊളിയും. അപ്പം എൻ്റെ ഉമ്മ ഐഡിയിട്ട് എനിക്ക് സാധനം വാങ്ങിക്കാനാണ് ഞാൻ വിളിച്ച് പറഞ്ഞോളാം പറഞ്ഞിട്ട് ഒരു ഐഡിയിട്ട് അങ്ങനെയാണ് ഇന്ന് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കല്. അങ്ങനെ പോയി കുറച്ച് ഞാൻ ആഗ്രഹിച്ച പോലൊന്നും അങ്ങനെ വലുതാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ചെറിയൊരു ഗിഫ്റ്റ് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കെല്ലാം ഞങ്ങളോട് പറഞ്ഞു എല്ലാം വാങ്ങിച്ചു തരും. പക്ഷെ എനിക്ക് മുനീഫ്ക്കാക്ക് പ്രതീക്ഷ പോലെ അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നതേ പറ്റിയിട്ടില്ല. ഇപ്പോഴും സാധിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ചെറിയ ഗിഫ്റ്റാണ്. അതിന് മുനീഫ്ക്ക് അഭിപ്രായം തരട്ടെ. ഷർട്ട് നോക്ക്, ഷർട്ട് ഇപ്പൊ പെരുന്നാളായിട്ട് 4 ഷർട്ട് ടീഷർട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ബ്രാൻഡഡ് ഓട്ടോ നല്ല കമ്പനിയൊക്കെ നോക്കി എടുത്തേണ്. അപ്പൊ സൈസ് കൂടും. നാട്ടിൽ പോയി എടുത്തോണ്ട് എന്തായാലും മാറ്റിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. മുനീഫ്ക ഷർട്ടിന്റെ റേറ്റ് കണ്ട എന്നെ ചീത്ത പറയുന്നത്. ആ റേറ്റും കൂടി ഒന്ന് നോക്കണം. ഇന്നും കൂടെ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ പോയിന്ന്. അപ്പോൾ ആളിന്ന് വരുമ്പോൾ എങ്ങനെ റേറ്റ് 2000-ന്റെ ഷർട്ടൊന്നും ഞങ്ങൾ ഇടൂലാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ റേറ്റ് കണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ ചീത്ത പറയും, എന്താണെന്ന് എനിക്കറിയില്ല.
ഇതിന് വേണ്ടിയിട്ടല്ല കേട്ടോ, എന്നിട്ട് ദേഷ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കൂടുതൽ റേറ്റുള്ള ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല, ഡ്രസ്സ് ചെരുപ്പ്. മുനീഫ്ക ഒരു ഡ്രസ്സാണെങ്കിൽ എന്തായാലും മുനീഫ്ഖാൻ്റെ ഒരു റേറ്റുള്ള മുനീഫ്ഖാക്ക് ഇടുന്നത് ഇഷ്ടമല്ല. എനിക്ക് 4000 ആയാലും 5000 ആയാലും 10. ഇപ്പം ഈ പെരുന്നാളായിട്ട് എനിക്ക് 2 കൂട്ട് ഡ്രസ്സൊക്കെ എടുത്തന്നെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആൾക്ക് ഡ്രസ്സ് എടുത്താൽ 10,000, ഇനിയിപ്പോൾ 2000-ന് മുകളിൽ 2000 ആയാലും പ്രശ്നമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹം, ഞാൻ മാത്രം ഇട്ടാൽ പോരല്ലോ, അപ്പം ഇനി മുനീഫ്ക്ക് ഇടട്ടെ. നമ്മക്ക് 2000-ന്റെ ഡ്രസ്സ് ഇടാണ്ടെങ്കിൽ നമ്മക്ക് ഇടാണ്ടെങ്കിൽ അവർക്ക് ഇട്ടൂടെ അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ എന്റെ ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. പിന്നെ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഷൂ. പിന്നെ ഇപ്പൊ അടുത്ത ആൾക്ക് എടുത്തിട്ടുണ്ട് ഷൂ. പിന്നെ അധികം യാത്രകൾ ഞങ്ങൾ അങ്ങനെ ഇല്ലല്ലോ, എപ്പോഴെങ്കിലും പുറത്ത് പോകണമല്ല. അപ്പൊ ജസ്റ്റ് ഒരു ചെരുപ്പ്, അത് കുഴപ്പമില്ലാത്ത നല്ലൊരു ചെരുപ്പാന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മാച്ചിങ്ങൊന്നുമില്ല, കാൽമ കിട്ടാൻ ഒരു ഭംഗി കിട്ടുമെന്ന് തോന്നിപ്പെട്ടു. പൈസ ഒന്നല്ല ഇവിടെ. എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? ഇപ്പൊ വീഡിയോ വരുമ്പോഴൊക്കെ ഫുള്ളായിട്ട് അറിയുള്ളൂ. ആള് ഫുള്ള് എന്താണ് കഥകളെന്ന് അറിയില്ലല്ലോ. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ഇതിന്റെ പറയില്ലാന്ന് എന്തായാലും ഓവറായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഞങ്ങളോട് ആദ്യം പറഞ്ഞില്ല. അങ്ങനെ ഇനിയിപ്പോൾ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചതിൻ്റെ ഇഷ്ടമാണ് നിങ്ങളെ സന്തോഷം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുന്നതും. ഇങ്ങനെ ബർത്ത്ഡേ ആയാലും ഞങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങി. ആഘോഷം എന്നല്ല കേട്ടോ, മീൻസ് ഇങ്ങനെ ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ചെറുതാണെങ്കിലും ചെറുത് കൊടുത്താൽ അത്രയും സന്തോഷമായിരിക്കും. ആ ഒരു സന്തോഷം നമുക്ക് മാത്രം അനുഭവിച്ചാൽ പോരാ, അവരും കൂടെ അനുഭവിക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ. അപ്പം ഹാപ്പി ബർത്ത്ഡേ. അപ്പം എല്ലാവരോടും സർപ്രൈസ് ഞാൻ വലിയത് എന്തൊക്കെയോ പ്രതീക്ഷിക്കും. ടെൻഷൻ കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരോടും മാറിപ്പോയി നിൽക്കണം, വിട്ട് നിൽക്കേണ്ടി വരും ഞങ്ങളെ കാണണമെങ്കിൽ. അപ്പം ഞങ്ങളുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ഞങ്ങൾ ഓക്കെ ടാറ്റ ബൈ.